അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോ ദിവസവും നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, പല ദുആകളും ചെയ്യുന്നു. പക്ഷേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഓതുന്ന ചെറിയ സൂറത്തുകളുടെ മഹത്വം നമുക്ക് ശരിക്കും അറിയാമോ? ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്, വളരെ ചെറിയത് മാത്രം, 4 ആയത്തുകൾ, 1 മിനിറ്റ് പോലും വേണ്ട. പക്ഷെ അതിൻ്റെ പ്രതിഫലം ഖുർആനിൻ്റെ 1/3. ഈ സൂറത്ത് ഒരു സാധാരണ സൂറത്തല്ല. ഈ സൂറത്ത് തൗഹീദിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നു. ഇത് ഈമാനിൻ്റെ അടിസ്ഥാനവുമാണ്. ഇതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ സാരാംശവുമാണ്. നമുക്ക് രോഗവും വിഷമങ്ങളും ഉള്ള സമയത്ത് വളരെ ആശ്വാസമുള്ളതാണ് ഈ സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായപ്പോൾ ഈ സൂറത്തും ഫലക്കും നാസും ഓതി കൈകളിൽ ഊതി ശരീരത്തിൽ തേക്കുമായിരുന്നു. അതായത് ഇതൊരു ആത്മീയ ചികിത്സയും കൂടിയാണ് ഈ സൂറത്ത്. ഈ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ 99 നാമങ്ങളുടെ സാരാംശവുമുണ്ട്. അഹദ്, ഒരുവൻ മാത്രം, സമദ്, എല്ലാവരെയും ആശ്രയിക്കുന്നവൻ. ഈ 2 വാക്കുകളിൽ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ ഗുണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ഈ റമദാനിൽ ഈ ദുആ ചെയ്യുമ്പോൾ ഈ സൂറത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദുആ ചെയ്താൽ നമ്മുടെ വിശ്വാസം ശക്തമാകും. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടും. നമ്മുടെ ജീവിതത്തിൽ അനേകായിരം പ്രശ്നങ്ങളുണ്ട്, മനസ്സമാധാനമില്ല, രോഗികളായിരിക്കും, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള. അതിലെല്ലാം ഏക പ്രതിവിധിയാണ് ഈ സൂറത്തിൽ ഇഖ്ലാസ്. നമ്മൾ ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് പതിവായി ഓതുക. ഉറങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം. അതുപോലെ റമദാൻ മാസമാണല്ലോ നമ്മളിലൂടെ കടന്നു പോകുന്നത്. അവസാന 10 നാളുകളിൽ കൂടുതൽ ഈ സൂറത്തുൽ ഇഖ്ലാസ് ആവർത്തിക്കുക. കുട്ടികൾക്ക് ഇതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്ത് മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കുക. ഈ സൂറത്ത് നമ്മുടെ ഇബാദത്തുകളുടെ നിലവാരം ഉയർത്തുന്നു. തൗഹീദ് ശരിയായില്ലെങ്കിൽ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഈ സൂറത്ത് നമ്മുടെ തൗഹീദിനെ ശരിയാക്കുന്നു. അതായത് നമ്മുടെ നിസ്കാരം, നോമ്പ്, ദുആ എല്ലാം കൂടുതൽ ശക്തമാകും ഈ സൂറത്ത് കൊണ്ട്. ഈ സൂറത്ത് ശിർക്കിൽ നിന്നും ഒരു സംരക്ഷണമാണ്. ഈ സൂറത്ത് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. ഇത് നമ്മെ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു ഒരുവൻ മാത്രം. അവൻ ആരുടെയും ആശ്രിതൻ അല്ല. അവൻ ജനിച്ചിട്ടില്ല, അവനോട് തുല്യനാരുമില്ല. ചിന്തിച്ചു നോക്കൂ, ഈ 4 ആയത്തുകൾ നമ്മുടെ വിശ്വാസത്തെ ശരിയാക്കുന്നു, നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുന്നു, ഇബാദത്ത് സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാനം ഉറപ്പാക്കുന്നു. അതുകൊണ്ട് ഈ സൂറത്ത് ഒരുപാട് തവണ നോക്കി ശ്രദ്ധിക്കും. ഈ ചെറിയ സൂറത്താണെങ്കിലും ഈ സൂറത്ത് ഒരു ചെറിയ സൂറത്താണെങ്കിൽ ഒരു വലിയ സന്ദേശമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര ഫർള് നമസ്കാരത്തിൻ്റെ കൂടെ ഈ സൂറത്തിൽ ഓതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് കിടക്കുവാൻ നേരത്ത് ഒരു 11 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. ഇബ്ലീസിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും. എപ്പോഴും നമ്മുടെ മനസ്സുകൾ വേദനിച്ചിരിക്കുമ്പോൾ, നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിയുന്നത്ര തവണ 21 തവണയോ 11 തവണയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തവണ ചൊല്ലി ദുആ ചെയ്ത് നോക്കൂ. തീർച്ചയായും അതിനൊരു ആശ്വാസം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതൊരു ചെറിയ സൂറത്താണെങ്കിലും വലിയ ജന്നത്താണ്. ചെറിയ ആയത്താണെങ്കിലും പക്ഷേ വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. ഈ റമദാന് സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ദിവസത്തിൻ്റെ ഭാഗമാകട്ടെ. അള്ളാഹു നമ്മെ സൗഹീദിൻ്റെ സ്ഥിരപ്പെടുത്തട്ടെ. ആമീൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ദീർഘമായ ഇബാദത്ത്, നീണ്ട ഖുർആൻ പാരായണം. പക്ഷേ അള്ളാഹു ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ വലിയ നന്മ ഒളിപ്പിച്ചിരിക്കുന്നു. മാത്രം 4 ആയത്തുകളുള്ള ഈ സൂറത്ത് ഖുർആനിൻ്റെ 1/3 തുല്യമാകുന്നു. അള്ളാഹു നമ്മുടെ തൗഹീദ് സ്വീകരിക്കട്ടെ, നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കട്ടെ, നമ്മെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്.